നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്ത്രിയിലേക്ക് വരെ അന്വേഷണം എത്തി മന്ത്രിയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ CPM-ഉം SIT സംഘവുമൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഒരു തരത്തിലും അത്തരം ശ്രമങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കാരണം കോടതി മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചെങ്കിലും അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കാനും നേരത്തെ കടകംപള്ളി ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീണ്ടും കടകംപള്ളിക്ക് ED നോട്ടീസ് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കടകംപള്ളിയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അടുത്ത കാലത്തായി വരുന്നുണ്ട്. കടകംപള്ളിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അറിയാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നീക്കം നടക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ജയറാമിനെ വീട്ടിലെത്തി SIT സംഘം ചോദ്യം ചെയ്തു എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു. ജയറാമിനെ SIT സംഘം ചോദ്യം ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഏറ്റവും കൃത്യമായ തെളിവിലേക്ക് പോകുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ജയറാം കേസിൽ പ്രതിയാകാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഈ സ്വർണ്ണപ്പാളി അവിടെ എത്തിച്ചിരുന്നു, ചെന്നൈയിൽ എത്തിച്ചിരുന്നു എന്നും ഇത് കൊണ്ടുവന്ന് ഇത് പല വീടുകളിലും കൊണ്ടുപോയി എന്നും ചിലപ്പോൾ ഒരുപക്ഷെ പണം പോലും വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകാരനായിരുന്ന അറിയില്ലായിരുന്നു എന്നാണ് ജയറാം പറയുന്നത്. ഏതായാലും ഇന്നലെ ജയറാമിനെ ചോദ്യം ചെയ്തു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 12 പേർക്കോളം ED നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ EDയുടെ നോട്ടീസ് കൂടി വരുമ്പോൾ നമുക്ക് കള്ളപ്പണം എങ്ങനെയാണ്, എവിടേക്ക് പോയി, എന്ത് പോയി എന്നൊക്കെയാണ് അറിയാനുള്ള കാര്യങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആദ്യം പോറ്റിയും കൂട്ടാളികളെയും ഒക്കെ ചോദ്യം ചെയ്ത ശേഷം കടകംപള്ളി, തന്ത്രി ഇവരെയൊക്കെ ED ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, തന്ത്രി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ളവ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ED കൂടി ഈ കേസിലേക്ക് എത്തുന്നതോടുകൂടി അന്വേഷണം കൂടുതൽ കടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.